ഹൈദരാബാദിന്റെ തട്ടകത്തിൽ സർവാധിപത്യ ജയമാണ് ലക്നൌ നേടിയെടുത്തത്. ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് തോറ്റ ക്ഷീണം തീർക്കാൻ രണ്ടാം മത്സരത്തിൽ ലക്നൌവിന് സാധിച്ചു. ഷാർദുൽ ഠാക്കൂറിന്റെ 4 വിക്കറ്റ് പ്രകടനമാണ് ഹൈദരാബാദിന്റെ വലിയ സ്കോർ മോഹം തകർത്തത്. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും അടുത്തടുത്ത പന്തുകളിൽ പുറത്താക്കി ഷാർദുൽ ഠാക്കൂർ സൃഷ്ടിച്ച സമ്മർദ്ദമാണ് ഹൈദരാബാദിന്റെ പ്രതീക്ഷകളെ എപ്പാടെ തെറ്റിച്ചത്. ലക്നൌ ജയിച്ചെങ്കിലും നായകൻ ഋഷഭ് പന്തിനെതിരെ വിമർശനം ഇപ്പോൾ ഉയരുകയാണ്. ഋഷഭ് അഹങ്കാരം കാട്ടി T20 കരിയർ തകർത്തിരിക്കുകയാണ് എന്ന് ആരാധകർ ആരോപിക്കുകയാണ്. താരത്തിന്റെ ക്രീസിലെ മനോഭാവവും മോശം ബാറ്റിംഗ് പ്രകടനവുമാണ് ആരാധകർ ചോദ്യം ചെയ്യുന്നത്. ഋഷഭ് പന്തിന്റെ പ്രഹരശേഷി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏത് ബോളർമാരും കടന്നാക്രമിച്ച് കളിക്കാനുള്ള ബാറ്റിംഗ് പ്രതിഭ ഋഷഭിന് അവകാശപ്പെടാനുണ്ട്. എന്നാൽ പലപ്പോഴും ഋഷഭ് ഇപ്പോൾ തന്റേതായ രീതിയിൽ കളിക്കാൻ തയ്യാറാകുന്നില്ല. ഇത് ടീമിന് വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട്. ഹൈദരാബാദിനെതിരെ ലക്നൌവിന്റെ മറ്റെല്ലാ താരങ്ങളും കടന്നാക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ 15 പന്തിൽ 15 റൺസാണ് ഋഷഭ് നേടിയത്. 100 മാത്രമാണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. ഒരു 6 മാത്രമാണ് താരം നേടിയത്. മറ്റു താരങ്ങളെല്ലാം ടീമിന്റെ വിജയത്തിനായി തകർത്തടിച്ച് കളിക്കാൻ ശ്രമിക്കുമ്പോഴും ഋഷഭ് അഹങ്കാരം കാട്ടി സ്വന്തം ഇഷ്ടം പോലെ കളിക്കാൻ ശ്രമിക്കുകയാണ്. നിലവിൽ ഇന്ത്യയുടെ T20 ടീമിന് പുറത്താണ് ഋഷഭ് ഉള്ളത്. സഞ്ജു സാംസണും ഇഷാൻ കിഷനും ധ്രുവ് ജുറയിലും എല്ലാം വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി T20യിൽ കസറുന്നതോടെ ഋഷഭിനെ നിലവിൽ സെലക്ടർമാർ തഴങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഋഷഭ് ഇത്തരത്തിൽ തോന്നിവാസം പോലെ ബാറ്റിംഗ് പ്രകടനം നടത്തുന്നത്. ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചെത്താൻ ഋഷഭിന് വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയും പ്രധാനമാണ്.